ഇതിന് പോക്കറ്റ് ഉണ്ട്, പക്ഷെ ഷേപ്പ് അടിച്ചപ്പോ ഉള്ളിലോട്ട് പോയി. ഈ ഒരു ഡ്രസ്സിന്റെ പാൻസ് ഇതാണ്. ഇതിട്ട് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് എന്തോ പോലെ തോന്നിയിട്ട് ഞാനത് ഊരിയിട്ട് ലെഗിൻസ് ഇടാന്ന് വിചാരിച്ചു കേട്ടോ. നിങ്ങൾക്ക് ഏത് ലുക്കാണ് ഇഷ്ടപ്പെട്ടെ? എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇത് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ പൊക്കണോ എല്ലാം കൂടെ എടുത്തിട്ട് കാറി കയറി നേരെ വണ്ടി എടുത്തോട്ട് വിട്ടു. പിന്നെ കണ്ണാടി കണ്ട ചേച്ചി എവിടെയും വിടത്തില്ല. എന്നിട്ട് നേരെ ആദ്യം പോയി മുടി ഒന്ന് കഴുകി കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ മൂസെല്ലാം കൂടെ തേച്ചിട്ട് മുടി ഒരുമാതിരി വടി പോലെ നിൽക്കുമായിരുന്നു. ആ വടിവൊക്കെ മാറ്റിയിട്ട് നേരെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ മുരിങ്ങയ്ക്ക് തീയലുണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ പോകുന്നതിന് മുമ്പ് തീയലുണ്ടാക്കി വെക്കാം. പിന്നെ ഗോതമ്പ് പൊടി അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. അമ്മയ്ക്ക് ഇങ്ങനെ ചപ്പാത്തിയും ഗോതമ്പ് ദോശയൊക്കെ കഴിക്കുന്നത് ഇഷ്ടമാണ്. ഈ ഒരു ചട്ടി കണ്ട, ഇത് എനിക്ക് വേണ്ടി അമ്മ അവിടെ മാറ്റി വെച്ചതാ. അമ്മയാണെങ്കിൽ അവിടെ ഇലയപ്പം ചുട്ടോണ്ടിരിക്കുവായിരുന്നു കേട്ടോ. അങ്ങനെ വയറ് നിറഞ്ഞു പോയി. ഞാൻ കുറച്ച് ചോറ് ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, കഴിച്ചോ ചേച്ചിക്ക് തിന്നാൻ വയ്യാഞ്ഞിട്ടാ. ചോറ് മൊത്തം തീർന്നല്ലോടി എന്നുള്ള സങ്കടത്തിൽ ആ ടാറ്റ തരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ അപ്പുക്കുട്ടനെ ട്യൂഷനിൽ നിന്ന് വിളിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഡ്രസ്സിന്റെ ലിങ്ക് ടാഗ് ചെയ്തേക്കാം. ടാറ്റ ബൈ, സീ യു.